ഇന്ന് നമ്മൾ ഹിന്ദി സാഹിത്യത്തിലെ ഫേമസായ റൈറ്റേഴ്സിൻ്റെ ഉപാധികളും അവരുടെ ഉപനാമവും വാസ്തവിക് നാമം ഒക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഉപാധി എന്ന് പറയുന്നത് അവർക്ക് ലഭിച്ചിട്ടുള്ള ടൈറ്റിലുകളാണ്. ഉപനാം എന്ന് പറയുന്നത് അവർ രചനകൾ നടത്താൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള പെൻ നെയിം അല്ലെങ്കിൽ തൂലികാ നാമാണ്. ഒപ്പം തന്നെ അവരുടെ റിയൽ നെയിമും നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ അഞ്ചൽ. വാസ്തവിക് നാം രാമേശ്വർ ശുക്ൽ. രാമേശ്വർ ശുക്ലിൻ്റെ പെൻ നെയിമാണ് അഞ്ചൽ. അടുത്തത് അഗ്യയ്. വാസ്തവിക് നാം സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ. അഗ്യയ് എന്നുള്ള പേര് വളരെ ഫെമിലിയർ ആണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ എന്നാണ്. തേർഡ് വൺ അധൈരിക കവി. വാസ്തവിക് നാം രാംധാരി സിംഗ് ദിനകർ. ഫോർത്ത് വൺ അനൽ കവി. രാംധാരി സിംഗ് ദിനകർ. അപ്പോൾ അധൈരിക കവി എന്നറിയപ്പെടുന്നതും അനൽ കവി എന്നറിയപ്പെടുന്നതും രാംധാരി സിംഗ് ദിനകർ ആണ്. അത് ഓർത്തു വെക്കുക. അനൽ കവി എന്ന് വെച്ചാൽ അനൽ മീൻസ് ഫയർ. ദി പോയറ്റ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്നത് രാംധാരി സിംഗ് ദിനകർ ആണ്. അടുത്തത് അനുരാഗി. അനുരാഗി എന്നുള്ളത് ദുഷ്യന്ത് കുമാറിൻ്റെ ഉപനാം അല്ലെങ്കിൽ പെൻ നെയിം ആണ്. അടുത്തത് ആധുനിക് യുഗ് കി മീര. മഹാദേവി വർമ്മയാണ് ആധുനിക് യുഗ് കി മീര എന്നൊരു ഉപാധി, ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇത് വളരെ ഫേമസ് ആയൊരു ഉപാധിയാണ്. അടുത്തത് ആധുനിക് കവിത കെ സുമേരു. ജയശങ്കർ പ്രസാദ്. അടുത്തത് ആനന്ദ് തീർത്ത്. ആനന്ദ് തീർത്ത് എന്നറിയപ്പെടുന്നത് മധ്വാചാരി ആണ്. നയൻത്ത് വൺ അമീർ ഖുസ്രോ. അബുൾ ഹസൻ യമീനുദ്ദീൻ ഖുസ്രോ. ഇത് പലപ്പോഴും ചോദിച്ചിട്ട് കാണാറുണ്ട് എക്സാമിൽ. അമീർ ഖുസ്രോയുടെ വാസ്തവിക് നാം എന്താണെന്ന്. അതാണ് അബുൾ ഹസൻ യമീനുദ്ദീൻ ഖുസ്രോ. അടുത്തത് ആത്മാറാം. മഹാവീർ പ്രസാദ് ദ്വിവേദി. മഹാവീർ പ്രസാദ് ദ്വിവേദിയാണ് ആത്മാറാം എന്ന ഉപനാമിൽ എഴുതിയിട്ടുള്ളത്. അടുത്തത് ഉപന്യാസ് സമ്രാട്ട്. ഇതും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഉപാധിയാണ്. പ്രേംചന്ദിനെ പറ്റിയിട്ടുള്ളതാണ് ഉപന്യാസ് സമ്രാട്ട് എന്ന് വിളിക്കുന്നത്. അതേപോലെ അടുത്തത് കഹാനി സമ്രാട്ട് എന്നറിയപ്പെടുന്നതും പ്രേംചന്ദാണ്. നെക്സ്റ്റ് വൺ കമലേശ്വർ. കമലേശ്വർ കാ വാസ്തവിക് നാം ഹെ കൈലാഷ് സക്സേന. കൈലാഷ് സക്സേനയുടെ പെൻ നെയിമാണ് കമലേശ്വർ എന്ന് പറയുന്നത്. അടുത്തത് കഠിൻ കാവിക പ്രേത്. കേശവ് ദാസ്. ഇതും പലപ്പോഴും എക്സാമുകളിൽ ചോദിച്ച് കാണാറുണ്ട്. കേട്ടറ്റായാലും സെറ്റിലൊക്കെ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. കഠിൻ കാവിക പ്രേത് കേശവ് ദാസ്. രീതികാലിലെ കവിയായിട്ടുള്ള കേശവ് ദാസിനെയാണ് കഠിൻ കാവിക പ്രേത് എന്ന് വിളിക്കാറുള്ളത്. അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആചാര്യ രാംചന്ദ്ര ശുക്ലാണെന്ന് കൂടി ഓർക്കുക. കാരണം കഠിൻ കാവിക പ്രേത് എന്ന് വിളിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ രീതി കാലഘട്ടത്തിൽ കേശവദാസിൻ്റെ കവിതകളിൽ എഴുതപ്പെട്ടു. പക്ഷെ ആ കവിതകളൊന്നും തന്നെ സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ളതായിരുന്നില്ല. അതിൽ കഠിനമായിട്ടുള്ള സംസ്കൃത വേർഡ്സുകളും അലങ്കാരങ്ങളും വ്യാകരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ശൈലി സാധാരണക്കാർക്ക് മനസ്സിലാവാത്തതായത് കാരണമാണ് രാംചന്ദ്ര ശുക്ല അദ്ദേഹത്തെ കഠിൻ കാവിക പ്രേത്, ദി ഗോസ്റ്റ് ഓഫ് കോംപ്ലക്സ് പോയട്രി എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തത് കഠിൻ ഗദ്ദിക പ്രേത് അഗ്യേയ്. അദ്ദേഹത്തെ കഠിൻ ഗദ്ദിക പ്രേത് എന്ന് വിളിക്കാനുള്ള റീസൺ ദ ഗോസ്റ്റ് ഓഫ് കോംപ്ലക്സ് പ്രോസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹവും ഈ കേശവദാസിനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള റീഡേഴ്സിന് അദ്ദേഹത്തിൻ്റെ ഈ ഗദ്യ ശൈലി അത് അത്രയും പരിചിതമായിട്ടുള്ളതായിരുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള രീതിയിലാണ് അഗ്ഗേ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കഠിൻ ഗദ്ദിക പ്രേത് എന്ന് വിളിച്ചിട്ടുള്ളത്. അഭിനവ് ജയദേവ്. ഇതും പല പ്രാവശ്യം എക്സാമുകളിൽ ചോദിച്ച് കണ്ടതാണ്. അഭിനവ് ജയദേവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? വിദ്യാപതിയെയാണ് അഭിനവ് ജയദേവ് എന്ന് വിളിക്കാറുള്ളത്. വിദ്യാപതിയെ അഭിനവ് ജയദേവ് എന്ന് വിളിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ സംസ്കൃത കവിയായ ജയദേവ് ഗീതാ ഗോവിന്ദം എന്നൊരു രചന നടത്തിയിട്ടുണ്ട്. അതിൽ ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും പ്രേമവും ശൃംഗാരവും അങ്ങനെയുള്ള വർണ്ണനകളാണ് ഉള്ളത്. അതേപോലെ മൈഥിലി ഭാഷയിൽ വിദ്യാപതി പദാവലി എന്നുള്ളൊരു രചന നടത്തി. അതിലും രാധയുടെയും കൃഷ്ണൻ്റെയും വർണ്ണനകളാണ്. ആ ഒരു ശൈലി
ഗീതാ ഗോവിന്ദത്തിലെ ജയദേവൻ്റെ ശൈലിയുമായിട്ട് സാമ്യമുള്ളത് കാരണമാണ് അദ്ദേഹത്തെ അഭിനവ് ജയദേവ് എന്ന് വിളിക്കുന്നത്. അടുത്തത് അമർകാന്ത്. അമർകാന്തിൻ്റെ വാസ്തവിക് നാമം, റിയൽ നെയിമാണ് ശ്രീറാം വർമ്മ എന്ന് പറയുന്നത്. അടുത്തത് അമൃത് കി വർഷ കർണേവാല കവി രസ്ഖാൻ. രസ്ഖാനെയാണ് അമൃത് കി വർഷ കർണേവാല കവി എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു കൃഷ്ണഭക്തനായ ഒരു കവിയായിരുന്നു. അടുത്തത് അപഭ്രംശക വാത്മീകി യാ കാളിദാസ് സ്വയംഭൂ. സ്വയംഭൂ ഇനിയാണ് അപഭ്രംശിലെ വാത്മീകി അല്ലെങ്കിൽ കാളിദാസ് എന്നറിയപ്പെടുന്നത് സ്വയംഭൂ ആണ്. അടുത്തത് അപഭ്രംശിക ഭവഭൂതി. അപഭ്രംശിലെ ഭവഭൂതി എന്നറിയപ്പെടുന്നത് പുഷ്പദന്താണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസും പലതവണ എക്സാമുകളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അഭിമാൻ മേരു പുഷ്പദന്ത്. അഭിമാൻ മേരു എന്നറിയപ്പെടുന്നത് പുഷ്പദന്താണ്. അടുത്തത് അഷ്ടാവക്ര പാണ്ഡേ ബേച്ചേൻ ശർമ്മ ഉഗ്ര. അഷ്ടാവക്ര പാണ്ഡേ ബേച്ചേൻ ശർമ്മ ഉഗ്ര. ഉഗ്രിൻ്റെ ഉപനാമാണ് അഷ്ടാവക്ര എന്ന് വിളിക്കുന്നത്. അടുത്തത് ഏക് ഭാരതീയ ആത്മാ മാഖൻലാൽ ചതുർവേദി. മാഖൻലാൽ ചതുർവേദിയാണ് ഏക് ഭാരതീയ ആത്മാ എന്ന് വിളിക്കുന്നത്. ഇതും പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ഏരിയ ആണ്. ഏക് രാഷ്ട്രീയ ആത്മാ രാജാറാം ശുക്ല. അപ്പോൾ ഭാരതീയ ആത്മാ മാഖൻലാൽ ചതുർവേദിയും രാഷ്ട്രീയ ആത്മാ രാജാറാം ശുക്ലുമാണ്. കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തൻ എന്ന പേരിൽ എഴുതിയിട്ടുള്ളത് അഗ്ഗയാണ്. അഗ്ഗയുടെ മറ്റൊരു ഉപനാമാണ് കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഈ ഒരു ഉപനാം അഗ്ഗയെ യൂസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ലളിത നിബന്ധകളൊക്കെ എഴുതുമ്പോഴാണ്. കലാധർ. കലാധർ എന്ന് പറയുന്നത് ജയശങ്കർ പ്രസാദിൻ്റെ ഉപനാമാണ്. നെക്സ്റ്റ് കലം കാ ജാദൂഗർ രാംവൃക്ഷ് ബേനിപൂരി. കലം കാ ജാദൂഗർ എന്നറിയപ്പെടുന്നത് രാംവൃക്ഷ് ബേനിപൂരിയാണ്. അടുത്തത് കലം കാ മസ്ദൂർ യാ സിപ്പാഹി. ഇത് വളരെ ഫേമസ് ആയൊരു ഉപാധിയാണ്. കലം കാ മസ്ദൂർ യാ സിപ്പാഹി എന്നറിയപ്പെടുന്നത് പ്രേംചന്ദാണ്. ഇത് രണ്ടും മാറിപ്പോകരുത്. കലിയുഗ് കാ കനയ്യ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. കവി ശിരോമണി യാ മാനസ് കാ ഹൻസ്. കവി ശിരോമണി അല്ലെങ്കിൽ മാനസ് കാ ഹൻസ് എന്നറിയപ്പെടുന്നത് തുളസീദാസാണ്. അമൃതലാൽ നാഗർ തുളസീദാസിനെ പറ്റി എഴുതിയൊരു രചനയാണ് മാനസ് കാ ഹൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മാനസ് കാ ഹംസ് എന്നറിയപ്പെടുന്നത് തുളസീദാസാണ്. അടുത്തത് കൽപ്പന കാ ലാഡ്ല സുമിത്രാനന്ദൻ പന്ത്. കൽപ്പന കാ ലാഡ്ല എന്നറിയപ്പെടുന്നത് സുമിത്രാനന്ദൻ പന്താണ്. അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണുന്ന പ്രകൃതി വർണ്ണനയും ഇമാജിനേഷനും ഒക്കെ കാരണമാണ് അദ്ദേഹത്തെ കൽപ്പന കാ ലാഡ്ല എന്ന് വിളിച്ചിട്ടുള്ളത്. കലികാൽ സർവജ്ഞ എന്നറിയപ്പെടുന്നത് ആചാര്യ ഹേംചന്ദ്രാണ്. ക്ഷയി റൊമാൻസ് കാ കവി എന്നറിയപ്പെടുന്നത് ഹരിവംശ് റായ് ബച്ചൻ. കഞ്ചൻ നയൻ യാ വാത്സല്യ സമ്രാട്ട് സൂർദാസ്. അപ്പോൾ സൂർദാസിനെയാണ് ഖഞ്ചൻ നയൻ അല്ലെങ്കിൽ വാത്സല്യ സാമ്രാട്ട് എന്ന് വിളിക്കുന്നത്. ഖഞ്ചൻ നയൻ എന്ന് പറയുന്നത് അമൃതലാൽ നാഗർ എഴുതിയിട്ടുള്ള ഒരു ജീവനി ബേസ് ചെയ്തിട്ടുള്ള ജീവനി പോലെയുള്ള ഒരു നോവലാണ്. അത് സൂർദാസിനെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. വാത്സല്യ സാമ്രാട്ട് എന്ന് ഹിന്ദി സാഹിത്യത്തിൽ അറിയപ്പെടുന്നത് സൂർദാസാണ്. നെക്സ്റ്റ് ചന്ദ്. ചന്ദ് എന്നറിയപ്പെടുന്നത് ചന്ദ് ബർദായിയാണ്. പൃഥ്വിരാജ് രാസോവിൻ്റെ റൈറ്ററായിട്ടുള്ള ചന്ദ് ബർദായിയാണ് ചന്ദ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അടുത്തത് കേൻ കാ കവി എന്നറിയപ്പെടുന്നത് കേദാർനാഥ് അഗ്രവാളിനെയാണ് കേൻ കാ കവി എന്ന് വിളിക്കുന്നത്. കേൻ എന്നൊരു നദിയുണ്ട് ഉത്തർപ്രദേശിൽ. അതിൻ്റെ പരിസരത്ത് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു കേദാർനാഥ് അഗ്രവാൾ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു നദിയോടും അതിൻ്റെ പരിസരത്തോടുള്ള ഒരു ഇഷ്ടമൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ രചനകളിലും ഈ ഒരു നദിയെപ്പറ്റി സൂചിപ്പിച്ചത് കാണാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേൻ കാ കവി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ജഹർപീർ എന്ന് പറയുന്നത് ഗോരഖ്നാഥിൻ്റെ ഉപനാമാണ്. നെക്സ്റ്റ് ജൈനേന്ദ്ര. ജൈനേന്ദ്രൻ്റെ വാസ്തവിക് നാമാണ് ആനന്ദിലാൽ. നാഗാർജുൻ യാ യാത്രി. വാസ്തവിക് നാം വൈദ്യനാഥ് മിശ്ര. നാഗാർജുനും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് വൈദ്യനാഥ് മിശ്ര എന്നാണ് നാമമാണ്. നെക്സ്റ്റ് നിരാല യാ മഹാപ്രാൺ. സൂര്യകാന്ത് ത്രിപാഠി നിരാല. നിരാല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പെൻ നെയിമാണ്, അല്ലെങ്കിൽ മഹാപ്രാൺ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പെൻ നെയിം. ഒറിജിനൽ നെയിം സൂര്യകാന്ത് ത്രിപാഠി എന്നാണ്. പ്രകൃതി കാ സുകുമാർ കവി. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രകൃതി കാ സുകുമാർ കവി എന്ന് വിളിക്കുന്നത് സുമിത്രാനന്ദൻ പന്തിനെയാണ്.
പ്രകൃതിയെക്കുറിച്ചുള്ള സ്വാഭാവികമായിട്ടുള്ള വർണ്ണനകളാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നറിയപ്പെടുന്നത് സൂർദാസ് ആണ്. ഇതും പലപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു പോയിന്റാണ്. പുഷ്ടിമാർക്ക ജഹാസം, പ്രകൃതിക സുകുമാർ കവിയും. നെക്സ്റ്റ് ബംഗ് മഹിള. ബംഗ് മഹിള എന്ന് പറയുന്നത് ഹിന്ദി സാഹിത്യത്തിലെ ഒരു വുമൺ റൈറ്ററാണ്. അപ്പോൾ അവരുടെ റിയൽ നെയിം എന്ന് പറയുന്നത് രാജേന്ദ്ര ബാല ഘോഷ് ആണ്. ഇതും ശ്രദ്ധിക്കണം. ഫാൻറ്റസിക്ക കവി ഗജാനൻ മാധവ് മുക്തിബോധാണ്. മുക്തിബോധിനെയാണ് ഫാൻറ്റസിക്ക കവി എന്ന് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തെയാണ് ദി പോയറ്റ് ഓഫ് ഫാൻറ്റസി എന്ന് വിളിക്കുന്നത്. മന്നു ഭണ്ഡാരി. മന്നു ഭണ്ഡാരിയുടെ വാസ്തവിക് നാമാണ് മഹേന്ദ്ര കുമാരി എന്ന് പറയുന്നത്. മധുബ്. മധുബ് എന്നറിയപ്പെടുന്നത് മൈഥിലി ശരൺ ഗുപ്ത ആണ്. നെക്സ്റ്റ് മൈഥിൽ കോകിൽ. വിദ്യാപതിയാണ് മൈഥിൽ കോകിൽ എന്നറിയപ്പെടുന്നത്. വിദ്യാപതിക്ക് ഒരുപാട് ഉപനാമങ്ങളുണ്ട്, ഒരുപാട് ഉപാധികളുണ്ട്. അതിലൊന്നാണ് മൈഥിൽ കോകിൽ. നേരത്തെ നമ്മൾ കണ്ടു അഭിനവ് ജയദേവ്. അങ്ങനെ ഒരുപാട് ടൈറ്റിലുകൾ വിദ്യാപതിക്ക് ലഭിച്ചിട്ടുണ്ട്. വിദ്യാപതിയുടെ ഉപനാമങ്ങളും അവരുടെ. അടുത്തത് മൈഥിൽ കോകിൽ. മൈഥിൽ കോകിൽ എന്നറിയപ്പെടുന്നത് വിദ്യാപതിയാണ്. അപ്പോൾ വിദ്യാപതിയുടെ ഒരു ഉപാധി, ഒരു ടൈറ്റിലാണ് മൈഥിൽ കോകിൽ എന്ന് പറയുന്നത്. വിദ്യാപതിക്ക് ഒരുപാട് ഉപാധികൾ ലഭിച്ചിട്ടുണ്ട്, ഒരുപാട് പേരുകൾ ഇങ്ങനെ വിശേഷണമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയ ആണ്. ഭാഷാ കാ ജാദൂഗർ ശിവപൂജൻ സഹായ്. ശിവപൂജൻ സഹായിയാണ് ഭാഷാ കാ ജാദൂഗർ എന്ന് വിളിക്കുന്നത്. ഭാരത് കാ മാക്സിം ഗോർക്കി പ്രേംചന്ദ്. ഇന്ത്യയുടെ മാക്സിം ഗോർക്കി എന്നറിയപ്പെടുന്നത് പ്രേംചന്ദ് ആണ്. അദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ റഷ്യൻ റൈറ്ററായിട്ടുള്ള മാക്സിം ഗോർക്കിയെ പോലെ പ്രേംചന്ദും സാധാരണക്കാരായിട്ടുള്ളതും കർഷകരും സാധാരണക്കാരായ ആൾക്കാരെയാണ് അവരുടെ രചനകളിലൂടെ കാണിച്ചിട്ടുള്ളത്. അടുത്തത് രസ് ഖാൻ. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിമാണ് സയ്യദ് ഇബ്രാഹിം. അടുത്തത് റഹീം. റഹീമിൻ്റെ ഒറിജിനൽ നെയിമാണ് അബ്ദുറഹീം ഖാൻ ഖാന. നെക്സ്റ്റ് വ്യോമകേശ് ശാസ്ത്രി. ഹസാരി പ്രസാദ് ദ്വിവേദി. ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ ഉപനാമാണ് വ്യോമകേശ് ശാസ്ത്രി എന്ന് പറയുന്നത്. സംഘർഷക കവി സുദാമ പാണ്ഡെ ധൂമിൽ. ധൂമിലിനെയാണ് സംഘർഷക കവി എന്ന് വിളിക്കുന്നത്. പോയറ്റ് ഓഫ് സ്ട്രഗിൾ ആൻഡ് റെസിസ്റ്റൻസ്. അതായത് സാധാരണക്കാരൻ്റെ ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ അതൊന്നും ഒളിച്ചു വെക്കാണ്ട് അദ്ദേഹം ഓപ്പണായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സംഘർഷത്തിൻ്റെ കവി, സംഘർഷക കവി എന്നൊക്കെ വിളിച്ചിട്ടുള്ളത്. സഹജതാക്ക കവി ഭവാനി പ്രസാദ് മിശ്ര. ഭവാനി പ്രസാദ് മിശ്രനെയാണ് സഹജതാക്ക കവി എന്ന പേരിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഭവാനി പ്രസാദ് മിശ്രനെയാണ് സഹജതാക്ക കവി എന്ന പേരിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തൻ്റെ രചനകളിൽ ലളിതമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഭാഷയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹാലാവാദി കവി ഹരിവംശറായ് ബച്ചൻ. ഹിന്ദി കാ പാണിനി കിശോരി ദാസ് വാജ്പേയി. ഹിന്ദി കാ പ്രഹരി പുരുഷോത്തം ദാസ് ടണ്ടൻ. ഹിന്ദി കാ സ്റ്റീൽ യാ മൗണ്ടെയിൻ ബാലകൃഷ്ണ ഭട്ട്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഉപാധിയാണ്. ഹിന്ദി കാ സ്റ്റീൽ യാ മൗണ്ടെയിൻ ബാലകൃഷ്ണ ഭട്ട്. ഐന്ദ്രിയതാക കവി ഗിരിജാകുമാർ മാഥുർ. ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ റൈറ്റേഴ്സിൻ്റെയും ഉപനാമം, വാസ്തവിക് നാം, ഉപാധികൾ ഇതൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഹിന്ദി കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ചോദിച്ച് കാണാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.